ഇവിടെ പ്രേക്ഷകർ നമുക്കിനി കാലാവസ്ഥ നോക്കാം സ്കൈ വാച്ചിലേക്ക്. ഇന്നത്തെ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ്. കാരണം ജില്ലകളിലൊക്കെ നല്ല ചൂടുള്ള ദിവസമായിരിക്കും. ദിനാന്തരീക്ഷ മാപ്പാണ് നമുക്ക് നൽകുന്നത്. കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മഴ മാപ്പല്ല, നമ്മുടെ ജില്ലകളിലെയൊക്കെ താപനില വെളിവാക്കുന്ന മാപ്പാണ് ഇന്നിപ്പം നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ മാപ്പ് പരിശോധിക്കുമ്പോൾ തന്നെ ജില്ലകളിലൊക്കെയും ഇനി വയനാടും അതേപോലെ തന്നെ ഇടുക്കിയും 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പാലക്കാട് ജില്ലയിൽ പരമാവധി താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത സാധ്യതയൊക്കെ കണക്കിലെടുത്ത് മതിയായ അളവിൽ വെള്ളം കുടിക്കാനും അതേപോലെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാനും പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ജില്ലകളിലെ സാഹചര്യം പരിശോധിച്ചാൽ പതിവ് പോലെ തിരുവനന്തപുരത്തെ ഇന്നത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ തെളിഞ്ഞ ആകാശമായിരിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസും അതേപോലെ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. തിരുവനന്തപുരത്ത് ഇന്ന് പിന്നെ കനത്ത ചൂടുണ്ടാകുമെന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. കൊച്ചിയിലേക്ക് വന്നാലും ഈ സമാനമായ സാഹചര്യം തന്നെയാണ്. കാരണം ജില്ലയിലെ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസുമാണ്. കൊച്ചിക്ക് മുകളിൽ തെളിഞ്ഞ ആകാശമായിരിക്കും അനുഭവപ്പെടുക. ചുരുക്കത്തിൽ സണ്ണി ഡേ ആയിരിക്കും ഇന്ന്. സണ്ണി ഡേ ആയിരിക്കും കൊച്ചിയിൽ. ഇനി കോഴിക്കോട് വന്നാൽ ജില്ലയിൽ ഇന്നത്തെ കാലാവസ്ഥ മഴയ്ക്കുള്ള സാധ്യതയൊന്നും ഇല്ല. ജില്ലയിലെ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസും. കനത്ത ചൂട് തന്നെ അനുഭവപ്പെടും കോഴിക്കോടും. കണ്ണൂരിൽ പോവുകയാണെങ്കിൽ അവിടെ ഭാഗികമായി മേഘാവൃത കാലാവസ്ഥയായിരിക്കും. താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില, കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസും. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട കാലാവസ്ഥ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു പൊതുവിൽ ഉള്ള ഒരു കാലാവസ്ഥ